പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ENIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് +2 ഹ്യൂമാനിറ്റീസിന്റെ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 4ാമത്തെ ചാപ്റ്റർ ആണ് ദ വേദിക് ഏജ്, വേദ കാലഘട്ടം എന്ന് പറയുന്ന ചാപ്റ്ററിൽ MCQ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനി സിലബസിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി, 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എഴുതാനുള്ളതുണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, ഇതുപോലുള്ള 1 വേർഡ് ആൻസറുകൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുണ്ടാവും, അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്നാൽ 2 മാർക്കും 3 മാർക്കും 5 മാർക്കും നമുക്ക് ഗൈഡ് വെച്ച് പഠിക്കാം. അത് നമ്മൾ വേറെ വീഡിയോയിൽ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, വേദകാലഘട്ടം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കാം. അത് കിട്ടിയില്ലേ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മലയാളത്തിൽ എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. പക്ഷേ പരീക്ഷയ്ക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ എഴുതുന്നവർക്കൊക്കെ ഫുള്ള് ക്വസ്റ്റ്യൻസ് എന്തിനാണ്, ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്ന മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കോച്ചിങ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. എല്ലാം 1 വേർഡ് ആൻസറാണ്, ഒറ്റ മാർക്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് കൈൻഡ് ഓഫ് ദി ടെക്സ്റ്റ് ആർ ഇൻക്ലൂഡ് ഇൻ ദി കാറ്റഗറി നോൺ ആസ് ശ്രുതിയാണ്. ഏത് തരം ടെക്സ്റ്റ് ആണ് ശ്രുതിയിൽ ഉൾപ്പെടുത്തുന്നത്, അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അതിന്റെ ആൻസർ പറയുന്നത് അരങ്കാസും ഉപനിഷത്തുമാണ്. അരങ്കാസും ഉപനിഷത്തുമാണ് അതിൽ വരുന്നത്. ഇനി 2ാമത് ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടേം വേദാന്ത. വേദാന്ത എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ ഡിസ്കഷൻ ആണ്, തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. വേദാന്ത തത്വശാസ്ത്രത്തെ കുറിച്ചുള്ള ചർച്ച. 3ാമത്, വിത്ത് വിച്ച് റീജിയൻ ഡിഡ് ആര്യ കം ഇൻ ദി കോണ്ടാക്ട് ഇൻ ദി ലേറ്റർ വേദിക് പീരിയഡ്. ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ആര്യന്മാർ കോണ്ടാക്ട് ചെയ്തിരുന്ന പ്രദേശം ഏതൊക്കെയാണ്? അത് ഒന്ന് ഉത്തർപ്രദേശും അതേപോലെ തന്നെ നോർത്ത് ബീഹാറാണ്. ഉത്തർപ്രദേശിലെ കോസ്ല, നോർത്ത് ബീഹാറിലെ വിദ്യ എന്ന് പറയുന്ന പ്രദേശമൊക്കെയാണ് വരുന്നത്. ഡിസ്ക്രൈബ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ഏർലി വേദിക് വേദി. ആദ്യ വേദകാലഘട്ടത്തിലെ ആളുകളുടെ തൊഴിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. പാസ്റ്ററലിസം ആണ് അവരുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലെയിൻ സിസ്റ്റം എക്സ്ചേഞ്ച് ഡ്യൂറിംഗ് ഏർലി വേദിക് അല്ലെ, ആദ്യകാല വേദകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എന്താണ് കൈമാറ്റ മാധ്യമം എന്തായിരുന്നു? ബാർട്ടർ ത്രൂ മീഡിയം ഓഫ് കൗ. പശുക്കളെ മാധ്യമമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. പശുക്കളാണ് അവിടെ എക്സ്ചേഞ്ച് മീഡിയമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ മെയിൻ എക്കണോമിക് ആറ്റിറ്റ്യൂഡ് ഡ്യൂറിംഗ് ദി ലേറ്റർ വേദിക്. ലേറ്റർ വേദിക് പീരിയഡ് ഘട്ടത്തില് എന്താണ് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം എന്താണ്? ആൻസർ കൃഷിയായിരുന്നു, അഗ്രികൾച്ചർ ആണ്. ഹൂ ഈസ് നോൺ ആസ് ലോർഡ് ഓഫ് ദി ഫ്ലോ. ആരാണ് ലോർഡ് ഓഫ് ഫ്ലോ എന്ന് അറിയപ്പെടുന്നത്? ഗോഡ് ഇന്ദ്ര എന്നാണ് അറിയപ്പെടുന്നത്. അത് ഡിസ്ക്രൈബ് ദി ഫോം ഓഫ് മാരേജ് ഡ്യൂറിംഗ് ദി ഏർലി ആദ്യ വേദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിവാഹ രീതി ഏതൊക്കെ? ഒന്ന് മോണോഗമി, പോളിഗമി, അല്ലെ, ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകൾ വിവാഹം കഴിക്കാം, ആ രീതിയാണ്. വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദി ലേറ്റർ വേദിക് കാലഘട്ടത്തിലുള്ള കുടുംബം എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ലാസ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദി ചീഫ്ഷിപ്പ്. ചീഫ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ മേധാവിത്വമാണ്. ഡ്യൂറിംഗ് ദി ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ മേധാവിത്വത്തിന്റെ പ്രത്യേകത ടു ബിക്കം ഹെറിഡാരിറ്റി, പാരമ്പര്യപരമായിട്ടുള്ള ഒരു മേധാവിത്വമായിരുന്നു അവിടെ വന്നത്. ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഹിസ്റ്ററിയുടെ മറ്റുള്ള ക്ലാസ്സുകളും വിവിധ വിഷയങ്ങളുടെ NIS +2 ക്ലാസ്സുകളും അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകളും
നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് SSLC +2, 2 മാസം, 3 മാസം, 6 മാസം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ നിന്ന് പഠിക്കാൻ പരീക്ഷയ്ക്ക് ലീവിന് വന്നാൽ മതി. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ക്ലാസ് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകളൊക്കെ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. അസൈൻമെന്റുകളും പ്രാക്ടിക്കൽ റെക്കോർഡുകളൊക്കെ ഫ്രീ ആയി നൽകുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാനുള്ള കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.